നമസ്തേ സർ. അപ്പോൾ നമ്മൾ ഈ പല രോഗങ്ങളും ഗ്യാസ്ട്രോ സംബന്ധിച്ചും മറ്റൊക്കെ വരുന്നുണ്ട്, അതുപോലെ ആരോഗ്യ സംബന്ധമായിട്ട്. അപ്പോൾ നമ്മൾ ഇലക്കറികളുടെ പ്രാധാന്യമാണ് ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ ഇലക്കറികളാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്? ഇലക്കറികൾ എല്ലാം പോഷക സമൃദ്ധം, കാൽഷ്യം, അയൺ, ഇതൊക്കെ മെഗ്നീഷ്യം ഒക്കെ കിട്ടും. അതുപോലെ ഉണ്ണിത്തണ്ട്, അതായത് ഒരു കാലങ്ങളിൽ വാഴച്ചുണ്ടൻ അല്ല, ഈ ഉണ്ണിത്തണ്ട് കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കും. അതെ അതെ. പ്രത്യേകിച്ച് ഈ ഉണ്ണിത്തണ്ട് എടുക്കുന്നവർ ഈ ബാർബർമാർ ഉണ്ടല്ലോ, ഹെയർ ഡ്രസ്സേഴ്സ്, അവർ ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഈ ഉണ്ണിത്തണ്ട് ആദ്യകാലങ്ങൾ ഉപയോഗിക്കും. കാരണം അവർ ഹെയർ ഡ്രസ് ചെയ്യുമ്പോൾ ഈ രോമങ്ങൾ മൂക്ക് കൂടി മൈ കൂടി ചെറുതായിട്ടെങ്കിലും അവർ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ഈ നാരുള്ള ഫൈബറാണ് ഈ ഉണ്ണിത്തണ്ട്. ഈ ഉണ്ണിത്തണ്ട് അവരെന്തായാലും ആഴ്ചക്ക് ഒരു പ്രാവശ്യം അവര് മസ്റ്റാണ്, അവർക്ക് അവർ ഇതിലുണ്ടാവും, കുടുംബത്തിൽ അത് വെച്ചു കൊടുക്കും. അതേപോലെയാണ് ഈ ഗോൾഡ് സ്മിത്ത് തട്ടാന്മാര്, അവർക്ക് കണ്ണിന് ഭയങ്കര സ്ട്രെയിനാണ്. അന്ന് ഈ മറ്റേ അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഊതിയിട്ട് ഈ വിളക്ക് ചേർക്കുമ്പോഴൊക്കെ ഭയങ്കര ചെറിയതിങ്ങനെ മുട്ടിച്ച് വരണം. അപ്പോൾ എന്നും ഈ വർക്ക് ചെയ്യുമ്പോൾ കണ്ണിന് ഓവർ സ്ട്രെയിനാണ്. അത് മറികടക്കാനാണ് ഈ ചീരകളിൽ പൊന്നാങ്കണ്ണി ചീര പറയുന്നത്. അത് പേരെ പൊന്നാങ്കണ്ണിയാണ്. പൊന്ന് പറഞ്ഞാൽ സ്വർണം, സ്വർണം ഉള്ള കണ്ണ്, അതായത് കണ്ണിന് സ്വർണ്ണം ഉണ്ടെങ്കിൽ പൊന്നാങ്കണ്ണി ചീര കഴിച്ചേ പറ്റൂ. പൊന്നാങ്കണ്ണി ചീര, അതായത് കണ്ണിന് ഓവർ സ്ട്രെയിൻ ഉള്ള ഏതും, ഇപ്പൊ ഈ കമ്പ്യൂട്ടറിൽ കൂട്ടി നോക്കുന്നുണ്ട്, മൊബൈൽ, അതുപോലെ ഈ തമിഴ്നാട്ടിൽ എല്ലായിടത്തും കിട്ടും. അത് എല്ലാം കിട്ടും. പൊന്നാങ്കണ്ണി ചീര, ഇവിടെ മണത്തക്കാളി ചീര, അകത്തി ചീര, അതുപോലെ നാടൻ ചീര, ഇങ്ങനെയുള്ള ചീരകൾ, അരിച്ചീര, അരിച്ചീര, ചെറിയ ചീര, ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ്. അപ്പൊ നമ്മൾ അല്ല എങ്കിലും സാർക്ക് ഈ കണ്ണിന് നല്ല സ്വർണ്ണ കളർ കിട്ടണമെങ്കിൽ പൊന്നാങ്കണ്ണി ചീര, കളർ അല്ല മാത്രമല്ല അത് കാഴ്ച ശക്തി, കൂർമ്മ ശക്തി. പ്രായം ആകാണ് ഈ തട്ടംവരെ, ഈ ചെറിയ പ്രായത്തിൽ അവർക്ക് പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ കണ്ണിന് സ്ട്രെയിൻ ആയാലും യൂത്താണ്, അപ്പൊ അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഈ ഒരു വർക്കിൽ നല്ല സ്കിൽഡ് ആകുന്ന ഇപ്പോ 50 വയസ്സ് 40 വയസ്സിന് ശേഷമാണ് ആ വർക്കിൽ നല്ല സ്കില്ലാവും. അതുവരെ എക്സ്പീരിയൻസ് അല്ല. അപ്പൊ അങ്ങനെ ഈ 40 കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് താഴേക്കാണ്. അപ്പൊ താഴേക്കാകുമ്പോൾ നമ്മൾ അവരുടെ കണ്ണിന് സ്ട്രെയിൻ ഇല്ലാതെ കൊണ്ടുപോകും. അന്ന് തിമിരം ഓപ്പറേഷൻ ഒന്നുമില്ലല്ലോ. അവർ 90 വയസ്സ് വരെയും അവർ തട്ടാപ്പണി എടുക്കും. ഗോൾഡ് സ്മിത്ത് ആ വർക്ക് എടുക്കുന്ന മരിക്കുന്നവർ 90-95 വയസ്സ് ഈ കാല് ചമ്മണം പണഞ്ഞിരുന്നിട്ട് നിലത്തിൽ ഇരുന്നിട്ടാണ് ഈ വർക്കുകൾ അവർ ചെയ്യുന്നത്. അവർക്ക് കണ്ണിന് സ്ട്രെയിനേ വരില്ല. അപ്പൊ ഇത് ഒന്ന് തണുപ്പും ഉണ്ടാവോ? തണുപ്പ് മാത്രമല്ല, ഈ കണ്ണിന് വളരെ ഇതാണ്, പവർഫുൾ ആണ്. ഇനി മണത്തങ്കാളി ചീരയെ കുറിച്ച്, മണത്തങ്കാളി ചീര പല അൾസറുകളും, പ്രത്യേകിച്ച് ഈ അൾസർ, ഈ കുടലിൽ വരുന്ന അൾസർ, അതൊരിക്കൽ വന്ന വീണ്ടും വരാനും സാധ്യത. അൾസർ വരാതിരിക്കണം. കാരണം അത് ഭക്ഷ്യവിഷ കൊണ്ടും വരാം. എന്താ പറയുക, നമ്മൾ പുറത്തൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റീസ് എങ്ങനെ ഉണ്ടാവും നമുക്കറിയില്ല. അത് എന്തിലൊക്കെ എല്ലാം പ്രിസർവേറ്റീവ്. അപ്പൊ ഈ പ്രിസർവേറ്റീവ് അത് വരുമ്പോ എന്തായാലും നമ്മുടെ വയറ്റിലേക്ക് അത് ബാധിക്കും. അതുപോലെ പാക്കറ്റ് പോലെ ഡെയിലി ഉപയോഗിക്കുന്നുണ്ട്, അതിൽ ചെറുതായിട്ടുണ്ടെന്നാ പറയുന്നത്. മിൽമയിലൊക്കെ ഉണ്ടെന്ന് പറയുന്നു. കുപ്പിവെള്ളം, ബോട്ടിൽ വാട്ടർ, അതിലുണ്ട്. മാവിലൊക്കെയോ എല്ലാം പ്രിസർവേറ്റീവ് ഇല്ലാതെ ഒന്നും നമുക്ക് ഇനി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അത് മറ്റേ ഹൈഡ്രജൻ പെറോക്സൈഡ് വരെ ചേർത്തോലെ. കാരണം ബിസിനസ്സായി. ഹെൽത്ത് അവർക്ക് കറുവപ്പല, മല്ലിയില. അപ്പൊ ഈ അൾസർ വരുവാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മണത്തങ്കാളി ചീര ബെസ്റ്റ്. മണത്തങ്കാളി അതിന്റെ കായ കുറച്ച് കയ്പ് ഉണ്ടാവുന്നല്ലേ? ആ കയ്പ് വരുന്നതാണ്. നാക്കിന്റെ പുണ്ണ് വരുമല്ലോ. അതെ അതെ. അത് ടോക്സിൻ, നാക്കിന്റെ പുണ്ണ് എന്ന് വെച്ചാൽ ഇൻഡസ്ട്രൈനിലെ ടോക്സിൻസ് വന്നിട്ടാണ്. മോഷൻ കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് നാക്കിൽ പുണ്ണ് വരും. അങ്ങനെയല്ല, ചിലര് ടോക്സിൻ എന്നാ പറയുന്നത്. ശരീരത്തിൽ ടോക്സിൻസിന്റെ പുറത്തേക്ക് തള്ളുന്ന ഒരു രീതിയാണ്, സിംറ്റംസ് ആണെന്നാ പറയുന്നത്. പ്രശ്നം ഉണ്ടെങ്കിൽ അത് നാക്കില് ആണ് പൊള്ളവായിട്ട് വരിക, നാക്ക് പുണ്ണെന്ന് പറയും. അത് തീർച്ചയായും അത് പലരും തെറ്റിദ്ധരിച്ചത് വൈറ്റമിൻ ബി കോംപ്ലക്സിന് ഡെഫിഷ്യൻസിയാണ്. പക്ഷെ അതല്ല, ടോക്സിൻ ആണ്. അതിന് കൈകണ്ട മരുന്നാണ് മണത്തങ്കാളി പച്ചക്ക് തിന്നുക. മണത്തങ്കാളിന്റെ ഇല ചവച്ചരച്ച് പച്ചയോടുകൂടി തിന്നുക. അപ്പോ ഈ മണത്തങ്കാളി ഇല ഇങ്ങനെ നമുക്ക് സലൈവ, നമ്മുടെ വായിലുള്ള സലൈവയും ഈ മണത്തങ്കാളി ഇലയും കൂടി ആകുമ്പോൾ നമുക്ക് എരിച്ചിലുണ്ടാവും. അതെ അതെ. ആ എരിച്ചിലിന്റെ അതിന്റെ പ്രവർത്തനം അതിന്റെ ഡീടോക്സിഫിക്കേഷൻ. അപ്പോൾ ശരിക്കും പണ്ടത്തെ ആളുകൾ ആ ഒരു ഇലക്കറികളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നില്ല, പ്രത്യേകിച്ച് മണത്തോളം. ചേമ്പിൻ തണ്ട്, അതിനെന്താണ് ആക്ഷൻ? ചേമ്പിൻ തണ്ട് ബെസ്റ്റാണ്. ഇതേപോലെ
അത് നമ്മുടെ ഈ ജോയിൻ്റുള്ള ഈ മജ്ജകൾക്ക്, ഈ എല്ല് തേയ്മാനത്തിന് ചേമ്പിൻ്റെ തണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതുപോലെ ചേമ്പിൻ്റെ തണ്ടെടുക്കും, അതുപോലെ ഇലയും അങ്ങനെ ബെസ്റ്റാണ്. പക്ഷെ ഇപ്പോൾ യൂത്തുകൾ ഒന്നുമില്ലെങ്കിൽ മാംസം അല്ലെങ്കിൽ വെജ് ആണെങ്കിൽ മെയിൻ കോളിഫ്ലവർ അല്ലേ? എല്ലാ കോളിഫ്ലവർ സ്ഥിരം, മാത്രമല്ല ബ്രോക്കോളിയോ, ക്യാപ്സിക്കം, കിട്ടുന്ന ഈ ഫാസ്റ്റ് ഫുഡ് ഉണ്ടല്ലോ, കാളൻ, അതുപോലെ ഇതുപോലെ ബേൽപൂരി പാക്കിംഗ്. ബേൽപൂരി, അത് ബേൽപൂരിയിൽ ഉണ്ടാക്കുന്ന വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ട്. അല്ല, ഞാനൊരു ട്രാഫിക് സിനിമ കേട്ടിട്ടുണ്ട്. ട്രാഫിക് സിനിമയുടെ ഒരു സംവിധായകൻ ജങ്ക് ഫുഡിൻ്റെ ആരാധകനാണ്. അപ്പോൾ അയാൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ചിപ്സൊക്കെ ഇല്ലേ, അതിൻ്റെ പേരെന്താ സാർ? അത് ഒരു ഇങ്ങനെ പൊട്ടറ്റോ ചിപ്സ് പാക്കറ്റിലൊക്കെ ലേസൊക്കെ ഇല്ലേ? അപ്പം ലേസും പെപ്സിയും സ്ഥിരം കഴിക്കുമായിരുന്നു. കുട്ടികൾക്ക് ഈവനിങ് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ലേസ് കൊടുത്തില്ലെങ്കിൽ അവർ കൈകാര്യം മറിക്കും. അല്ല, അങ്ങനെ അതൊക്കെ ബാഗൊക്കെ എടുത്ത് എറിയും. അപ്പം അത് കഴിച്ചിട്ട് അങ്ങനെ ഒരു അഡിക്ഷൻ പോലെ ആയിട്ടുണ്ട്. അങ്ങനെ ആ ട്രാഫിക് സിനിമ നല്ല ഹിറ്റായി, പക്ഷെ ഡയറക്റ്റ് അതെല്ലാം മരിച്ചു. അയാൾ ഒരു ജങ്ക് ഫുഡിന് അടിമയായിട്ട്. നാടൻ സംഭവങ്ങളൊന്നും ആരും ഉപയോഗിത്തോടികളിലൊന്നും ഉപയോഗിക്കാതെ. ഇപ്പം നമ്മളിതൊക്കെ അതുപോലെ ഡ്രിങ്ക്സ് ഒക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സ്പ്രൈറ്റ്, കൊക്കക്കോല, ഫാൻറ്റ, മാസ, സ്പ്രൈറ്റ്, തംസപ്പ്, ലിംക, മിൻറ്റ് ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, പ്രിസർവേറ്റീവ് ആയ സാധനങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നുള്ള കാലത്ത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഹെൽത്തിൻ്റെ കണ്ടീഷൻസ് ആണല്ലേ. കൂടാതെ മുളത്തിന് വരുന്ന ക്ലിനിക്കുകളും ഹോസ്പിറ്റലുകളും അവർക്ക് പേഷ്യൻസ് ഇല്ലാതായി. ഒരു വാർഡ്, ഒരു പഞ്ചായത്തിൽ മിനിമം ഇത്ര ഡോക്ടറെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. 2-3 പേര് അവിടെ ഉണ്ടാവും, പേഷ്യൻസ് കുറവായിരിക്കും. അതെ അതെ. ഇന്ന് ഹോസ്പിറ്റലിലും ഡോക്ടേഴ്സ് ബ്രില്യൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് വലിയ വലിയ നോട്ടീസും ഫ്ലെക്സും ഒക്കെ അടിച്ചിട്ടാണ് വെക്കുന്നത്. അവിടുന്ന് അല്ല, കുട്ടികളെ പിടിക്കുന്ന പോലെ ഫോൺ ചെയ്ത് നമ്മള് വരാൻ പറയും ഹോസ്പിറ്റലിലേക്ക്. ഡോക്ടേഴ്സിനെയും ഹോസ്പിറ്റലിനെയും ബൂസ്റ്റ് ചെയ്തിട്ടുള്ള പബ്ലിസിറ്റി ഉണ്ടല്ലോ, അപ്പൊ തന്നെ ആ ജനങ്ങൾ അവർക്ക് ആരോഗ്യമില്ലാത്തൊരു രീതി അവർക്കത് വേണ്ട, അവർക്ക് ആരോഗ്യം വേണ്ട. കാരണം എന്നാലേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ തമിഴ്നാട്ടിൽ 23,000 ഡോക്ടേഴ്സ് ഓരോ വർഷവും വരുന്നു. അത്രയും കൂടുതൽ മെഡിക്കൽ കോളേജൊക്കെ ഉണ്ട് അവിടെ. ഈവൻ നാഗർകോവിലിൽ, തേനിയിൽ വരെ മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ പേപ്പറിൽ വായിച്ചത് അവിടെ ഡോക്ടേഴ്സ് സ്വിഗ്ഗീസിലൊക്കെ വർക്ക് ചെയ്യണമെന്ന്, ജോലി കിട്ടാതെ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇലക്കറികളും ഇതൊക്കെ കഴിക്കാൻ ആഹ്വാനം നടത്താമോ? പ്രത്യേകം പറയാം, ഇലക്കറികൾ എല്ലാം നല്ലതാണ്, ചീരകൾ എല്ലാം നല്ലതാണ്, അതെല്ലാം ഉൾപ്പെടുത്താം. ഹെയറിനൊന്ന്. പക്ഷേ സമ്പൂർണ്ണം നമ്മുടെ ആയുർവേദിക്കിൽ പറയുന്നത് സമ്പൂർണ്ണമായിട്ടുള്ള ആരോഗ്യമായിട്ടുള്ള ചീര മുരിങ്ങയുടെ ചീര അത് ധാരാളമായിട്ട് കഴിച്ച് സ്കിൻ ഗ്ലേസിങ് നന്നായിരിക്കും. യൂത്ത് അതുപോലെ ചുളിഞ്ഞ ഈ മുഖം പോകും. അതുപോലെ പഞ്ചസാര മുഴുവനും വൈറ്റ് ഷുഗർ പൂർണ്ണമായി ഒഴിവാക്കണം. ഷുഗർ മൊത്തം ഒഴിവാക്കേണ്ടതാണ്. ഫ്രൂട്ട്സ് അതുപോലെ വൈറ്റ് ഷുഗർ, വെല്ലം, ശർക്കര, ഇതുപോലുള്ള എല്ലാം നാക്കിൽ തട്ടിയാൽ മധുരിക്കുന്ന എല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട ഒരു പ്രായം. ഈവൻ 20 വയസ്സിൽ തന്നെ അവോയ്ഡ് ചെയ്താൽ നല്ലത് അല്ലേ? വെറുതെ നീട്ടിക്കൊണ്ടു പോകണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹെൽത്ത് ഉള്ള ഒരു ഇതാവട്ടെ. സാറിന്റെ ആശംസകൾ എല്ലാവർക്കും. നല്ല ആരോഗ്യവാന്മാരുമായിട്ടിരിക്കട്ടെ. താങ്ക് യു സാർ.